ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് കുളു മണാലി റൂട്ടിലുള്ള കാഴ്ചകളാണ്. ടിബറ്റൻ പ്രയർ ഫ്ലാഗ് കൊണ്ട് നിറച്ച മനോഹരമായ ഇരുമ്പൻ പാലം, റിവർ റാഫ്റ്റിംഗ്, മണാലി മാർക്കറ്റ്, ദേവ്ലോക് കൾച്ചറൽ പാർക്ക്, റിവർ ഹാങ്ങിങ് ബ്രിഡ്ജ് തുടങ്ങിയ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വ്ളോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് പാരഷൂട്ടാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സീസൺ അനുസരിച്ചും എത്ര പേര് ഇതിൽ കയറുന്നു എന്നതനുസരിച്ചുമാണ് ഇതിന്റെ റേറ്റിൽ മാറ്റങ്ങൾ വരുന്നത്. മണാലി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വിഷ്വലാണ് ഇത്തരം പാലങ്ങൾ. നമ്മൾ ഈ മല കയറി പോകുന്ന സമയത്ത് നമുക്ക് ഇത്തരം പാലങ്ങൾ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഇത്തരം പാലങ്ങൾ ഒരുപാട് കാണുവാൻ സാധിക്കും. നല്ല ഇരുമ്പം കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലത്തിന്മേലായിട്ട് ഒരുപാട് പല നിറത്തിലുള്ള ഫ്ലാഗുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് ടിബറ്റൻ ഒരു പ്രാർത്ഥനയാണ് ആ ഫ്ലാഗിൽ എഴുതിയിരിക്കുന്നത്. ടിബറ്റൻ ഈ ഫ്ലാഗ് നമ്മൾ ഈ ഹിമാലയ പർവ്വത നിരകളുടെ അവിടേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മലകളിലും ഈ പറയുന്ന പോലെ പാലങ്ങളിലെല്ലാം ഈ ഫ്ലാഗ് കാണാൻ സാധിക്കും. ഈ പല നിറത്തിലുള്ള ഫ്ലാഗിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനകളാണ്. ഈ പാലത്തിന്റെ താഴെയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. നല്ല നീല നിറത്തിൽ നല്ല ഉരുളൻ പാറകളിലൂടെ ഇങ്ങനെ തട്ടിത്തെറിച്ചാണ് ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പുഴയുടെ മുകളിലായിട്ട് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇരുമ്പ് പാലമാണ് അത്. ആ ഫ്ലാഗ് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതിലിങ്ങനെ കുറെ പ്രാർത്ഥനകൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പാലം കടന്നതിന് ശേഷം അപ്പുറത്ത് നിന്ന് നമ്മൾ കാണുന്ന പുഴയുടെ വ്യൂ ആണിത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ്. പുഴയുടെ സൈഡിലായിട്ട് നമ്മൾ വന്ന ആ റോഡാണ് ആ കാണുന്നത്. പുഴയുടെ തീരത്തായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ കുറച്ചും കൂടി പുഴയുടെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ്. നമ്മൾ നേരെ പുഴയിലേക്കാണ് ഇപ്പോൾ ചെല്ലുന്നത്. ആ പുഴയിൽ കുത്തിയൊലിച്ച് വരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. പുഴയുടെ തീരത്ത് നമ്മൾ വന്ന റോഡാണ് കാണുന്നത്. ആ റോഡിലൂടെ വണ്ടികൾ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പാലത്തിലൂടെ നടന്ന് റോഡിന്റെ ക്രോസ് ചെയ്ത് നമ്മൾ വന്ന അതേ റോഡിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ ഈ ടിബറ്റൻ ഫ്ലാഗുകൾ ഈ പാലത്തിന് കാഴ്ചയിൽ വളരെ വേറിട്ടൊരു മനോഹരമായിട്ടുള്ളൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ പാലങ്ങളിലും നമുക്ക് ഈ ടിബറ്റൻ പതാകകളും എല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് റോട്ടിലെത്തി. റോട്ടിൽ നിന്നുള്ള പുഴയുടെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് റിവർ റാഫ്റ്റിംഗ് പോയിന്റിലേക്കാണ്. ഇത് അതിന്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് നേരെ കയറി നടന്നു ചെല്ലുന്നത് ഈ റിവർ റാഫ്റ്റിംഗ് പോയിന്റിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്ന ബോട്ടുകളെല്ലാം ഇവിടെ നിന്നും ആളുകൾ ബോട്ടിൽ കയറി റിവറിലൂടെ പോയതിനു ശേഷം അവിടെ എൻഡ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് ബോട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഇവിടേക്ക് എത്തിക്കുന്നതാണ്. ഈ കാണുന്ന എല്ലാവരും തന്നെ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഇവർ ഓരോ ബോട്ടുകളിലായിട്ടാണ് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഒരു ബോട്ടിൽ പരമാവധി 6 പേരെയാണ് കയറ്റുന്നത്. ഈ മണാലി കുളു പോകുന്ന വഴിയിലായിട്ട് ഇതുപോലെ ഒരുപാട് റിവർ റാഫ്റ്റിംഗ് പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ആ കയറുന്ന വഴിയിൽ 50 എന്നൊക്കെ പറഞ്ഞ നമ്പർ കണ്ടത്. ഓരോ ടോക്കൺ പോയിന്റുകളാണ്. ഒരുപാട് റിവർ റാഫ്റ്റിംഗ് പോയിന്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ റിവർ റാഫ്റ്റിംഗിൽ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരാൾ റിവർ റാഫ്റ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ടീമിനെ പറഞ്ഞു വിടുന്നതാണ്. അതിൽ ഒരാൾ തുഴയാനുണ്ടാവും. ആ തുഴയുന്ന ആളാണ് ഈ ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് 3 തരത്തിൽ ദൂരങ്ങൾ തരം തിരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. അപ്പൊ നമുക്ക് എത്രത്തോളം ദൂരം പോകണം എന്നുള്ളത് അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് റേറ്റ് ഉറപ്പിച്ച് തീരുമാനിച്ച് പോവാം. അപ്പൊ ഡിസ്റ്റൻസിനനുസരിച്ച് ചില ഈ ബോട്ടുകളെല്ലാം നല്ല ഡിസ്റ്റൻസിൽ പോകുന്ന ബോട്ടുകളുണ്ട്. കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന ബോട്ടുകളും ഇവിടെയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത ടീം കയറി ബോട്ടിലിരിക്കുന്നതാണ്. അവരിതേ ആ ബോട്ട് ഇങ്ങനെ തുഴഞ്ഞ്
വെള്ളത്തിലേക്ക് പോയി. പക്ഷെ ആ ബോട്ട് വെള്ളത്തിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം നമ്മൾ സ്റ്റക്കായി നിന്നു. പക്ഷെ ആ തുഴയുന്ന ആള് അത് കൺട്രോൾ ചെയ്ത് തിരിച്ച് ആ വെള്ളത്തിന്റെ ഒഴുക്കിലേക്ക് പയ്യെ തള്ളി വിട്ടു. ബോട്ട് ആ ഒഴുക്കിലേക്ക് വീണു. ഒഴുക്കിലേക്ക് വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ബോട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും പോകും. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നല്ല ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും ബോട്ട്. കാരണം പാറകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് വെള്ളം പോകുന്നത്. അങ്ങനെ തുഴഞ്ഞു പോകും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത ടീം ബോട്ട് റൈഡിന് വേണ്ടി ബോട്ടിൽ കയറി റെഡിയായി. അയാള് ഇവിടുന്ന് തള്ളി ബോട്ടിനെ വിട്ടു. ബോട്ട് അതേ പയ്യെ പുഴയിലൂടെ വീണ് ആ ബോട്ടും ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകി മുന്നോട്ടേക്ക് ഇങ്ങനെ പയ്യെ പോകാൻ തുടങ്ങി. ആ ഒഴുക്കിന്റെ വേഗത അനുസരിച്ച് ആ ബോട്ടിന്റെ വേഗത കൂടും. ആ തുഴയുന്ന ആളുടെ കൺട്രോളിലാണ് പിന്നെ ആ ബോട്ട് പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണിത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മണാലി മാർക്കറ്റ്. മണാലിയിലെത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും വിസിറ്റ് ചെയ്യുന്ന മണാലിയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന്. ഈ മാർക്കറ്റിന് ഇപ്പോൾ നമ്മൾ പോകുന്ന പോലെ ചെറിയ പോക്കറ്റ് വഴികളുണ്ട്. ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മണാലി മാർക്കറ്റിൻ്റെ സ്ട്രീറ്റിലൂടെയാണ്. ആ കടയിൽ നിന്ന് നമ്മൾ വീടുകളിൽ തൂക്കിയിടുന്ന ചെറിയൊരു മണി വാങ്ങി, പേശി വാങ്ങിയില്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കും. ആ മണാലി മാർക്കറ്റിനോട് ചേർന്ന് കാണുന്ന ഒരു അമ്പലമാണ്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 6 മണിയാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് മണാലി മാർക്കറ്റിനോട് ചേർന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ സ്റ്റാച്ചു ആണ്. അങ്ങനെ മാർക്കറ്റിൽ ലൈറ്റൊക്കെ തെളിഞ്ഞ് മാർക്കറ്റ് അത്യാവശ്യം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടാവുന്നതോടുകൂടി ഈ മാർക്കറ്റിലെ ലൈറ്റൊക്കെ തെളിഞ്ഞ് നമ്മൾ പകല് കാണുന്നതിനേക്കാളും വളരെ ഒരു ഭംഗി രാത്രി ഈ മാർക്കറ്റ് കാണുന്നതിന് വേണ്ടിയാണ്. ഈ മാർക്കറ്റിലെ സ്ട്രീറ്റിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ സ്ട്രീറ്റിലൂടെ നടന്നു പോകാന്ന് പറയുന്നത്. മണാലിയിലെത്തുന്ന എല്ലാവരും തന്നെ ഇവിടെ വരാറുണ്ട്. കാരണം പർച്ചേസിങ്ങിന് ഇതിലും നല്ലൊരു സ്ഥലം മണാലിയിൽ വേറെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഡ്രസ് ഐറ്റംസ് ആയാലും അതുപോലെ കരകൗശല വസ്തുക്കളായാലും ജാക്കറ്റ് ആയാലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫുഡിന്റെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ ഈ സ്ട്രീറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പുതിയ തരം ടേസ്റ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തരത്തിലുള്ള ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ ഹോട്ടലിലെ ഫുഡ് നമ്മുടെ നോർമൽ റേറ്റിനേക്കാളും നല്ല കൂടുതലായിട്ടാണ് കാണുന്നത്. ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ യാത്ര എന്ന വീഡിയോ കണ്ടവർക്കറിയാം. ഡൽഹിയിൽ ഇറങ്ങുന്ന നേരത്ത് പരിചയപ്പെട്ട സൂരജേട്ടനെയും അനൂപേട്ടനെയും യാദൃശ്ചികമായിട്ട് മണാലി മാർക്കറ്റിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടി. സൂരജേട്ടാ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും നമുക്കിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കണ്ടുകൂട്ടിയില്ലേ? ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കണ്ടുകൂട്ടിയില്ലേ? ഈ പ്ലാറ്റ് എത്ര രൂപയ്ക്ക് വേണം? എത്ര രൂപയ്ക്കാണെങ്കിലും എടുക്കാം. ഇവിടെ ഈ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇന്ത്യയുടെ പല സ്ഥലത്തുള്ള കൾച്ചറിലുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജാക്കറ്റുകളെല്ലാം നമ്മൾ വില പേശി കഴിഞ്ഞാൽ വളരെ വിലക്കുറവിന് നമുക്ക് ഈ ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കാൻ സാധിക്കും. നമ്മുടെ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോക്കറ്റ് വഴികളായിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് കടകളിൽ ഈ മാർക്കറ്റ് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ മാർക്കറ്റിലെ അകത്ത് കയറിയ ഡ്രസ്സുകളുടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ച് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ മാർക്കറ്റിൽ കണ്ട പട്ടികളാണ് കാണുന്നത്. അവിടുത്തെ പട്ടികളാണ് വളരെ രോമൊക്കെ ഉണ്ടായിട്ട് വളരെ ഭംഗിയുള്ള പട്ടികളാണ്. ഇപ്പോൾ നമ്മൾ ആ സൈഡിലായിട്ട് നിരന്ന് കാണുന്നതെല്ലാം മോമോസ് വിൽക്കുന്ന ആളുകളെയാണ്. ഇവിടുത്തെ ഒരു നേപ്പാളിൽ നിന്ന് വന്നിട്ടാണ് ഈ ആളുകളെല്ലാം ഇവിടെ മോമോസ് വിൽക്കുന്നത്. ഒരുപാട് ആളുകൾ നേപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മൊമോസ് വാങ്ങി കഴിക്കുന്നതാണ്. എനിക്ക് തരാനുള്ള മൊമോസാണ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് മസാല ഇടണതൊക്കെ ഉണ്ടോയെന്ന്. ഞാൻ അവരുടെ ഏതാണ് അതിൻ്റെ തനതായ രീതി ആ രീതിയിലെല്ലാം ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം മസാലയും കാര്യങ്ങളെല്ലാം ഇട്ട് ആ മൊമോസ് എനിക്ക് തരാണ്. ഞാൻ ആ മൊമോസ് വാങ്ങി കഴിച്ചു. നല്ല ചൂടുള്ള മൊമോസായിരുന്നു, നല്ല ടേസ്റ്റുള്ള മൊമോസായിരുന്നു. അങ്ങനെ നമ്മൾ മണാലിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് വേണ്ടി മണാലി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മണാലി മാർക്കറ്റിനോട് ചേർന്നാണ് ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ദേവ്ലോക്.
ഈ ദേവ്ലോക് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഒരു കൾച്ചറൽ തീം പാർക്കാണ്. മണാലിയിലായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ മനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടൈൻ ആണ്. ഈ ഒരുപാട് സ്ഥലത്തായിട്ടാണ് ഈ പാർക്ക് വ്യാപിച്ച് കിടക്കുന്നത്. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ നമുക്ക് ഷോ കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. അതിന്റെ പല റേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 275 രൂപയുടെ ഷോയാണ് ഞാൻ എടുത്തത്. പക്ഷേ ടാക്സ് എല്ലാം കൂടി വരുമ്പോൾ 325 രൂപയായിട്ട് മാറും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ആ ഷോ കാണുന്നതിന് വേണ്ടി ഞാൻ നേരെ മുന്നോട്ടേക്ക് പോവാണ്. നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ആ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ അങ്ങനെ അകത്തേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും നേരെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ 2 സൈഡുകളിലായിട്ട് നല്ല മനോഹരമായിട്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ള ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിന്റെ മുകളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തീം പാർക്കിന്റെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ ആ ഷോ കാണുന്നതിന് വേണ്ടിയാണ്, തിയേറ്ററിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ അതെ ഈ കാണുന്നതാണ് തിയേറ്റർ. നമ്മൾ സ്ഥിരം കാണുന്ന ഡിസൈനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിൻ്റെ മോൾ ഭാഗമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഈ പുല്ലൊക്കെ പിടിപ്പിച്ച് എന്തോ ഒരു പ്രത്യേക രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാണ്. അങ്ങനെ തിയേറ്ററിൻ്റെ അകത്തേക്ക് എൻട്രൻസിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിയേറ്ററിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സീറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സാധാ തിയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ അല്ല. ഈ സീറ്റുകളെല്ലാം തന്നെ നമ്മൾ കാഴ്ചകൾക്കനുസരിച്ചിട്ട് സീറ്റ് മൂവ് ചെയ്യുകയും അതുപോലെ തന്നെ സ്മോക്ക് ആയാലും ഈ പറയുന്ന മഴയുടെയൊക്കെ ആയാലും ഈ ചെറിയ ചെറിയ എഫക്റ്റുകളെല്ലാം നമുക്ക് ഈ സീറ്റിൽ നിന്നും നമ്മളിരിക്കുന്നതിന് ചുറ്റുവട്ടത്തുനിന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ സ്ക്രീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാമാണ് ഈ സ്ക്രീനിൽ വരുന്നത്. ആ സ്ക്രീനിൽ വരുന്ന ആകാശ കാഴ്ചകൾക്കൊപ്പം നമ്മുടെ സീറ്റും കസേരകളെല്ലാം മൂവ് ചെയ്യും. അങ്ങനെ വളരെ രസകരമായിട്ട് നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും. നമ്മൾ ഈ സ്ഥലത്ത് കൂടെ ശരിക്കും പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഈ പറയുന്ന വിഷ്വൽ കാണുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആ തിയേറ്ററിന്റെ അടുത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഉയരത്തിലുള്ള ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് കയറി അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനി നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഈ പാർക്കിലേക്ക് കയറി വന്നപ്പോൾ ഉള്ള എൻട്രൻസ് ആണ് നമ്മൾ ആ കാണുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ നടന്നാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നത്. തിയേറ്ററിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് അവിടെയുള്ള ഒരു ചെറിയൊരു സ്റ്റേഡിയം ആണ്. ആ സ്റ്റേഡിയത്തിന്റെ അകത്തായിട്ട് ഫൗണ്ടൈൻ ഒക്കെ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ അകത്തു നിന്ന് നമ്മൾ നേരത്തെ കയറി കണ്ട ആ ഒരു ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പാർക്കിലെ ചുറ്റുള്ള കാഴ്ചകൾ കണ്ടത്. ഈ സ്റ്റേഡിയത്തിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫൗണ്ടൈനും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് കുറെ ഇങ്ങനെ വാൾ തൂണുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ടേബിളും ചെറിയ റിസോർട്ടും പോലെയൊക്കെയാണ് കാണുന്നത്. സ്റ്റേഡിയത്തിന്റെ മുകളിലായിട്ടാണ് ഈ കസേരകൾ ഇരിക്കുന്ന രീതികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നടന്ന സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്നത് വീണ്ടും ഒരു ഫൗണ്ടൈനാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഫൗണ്ടൈനാണ്. നല്ല രസമാണ് ആ ഫൗണ്ടൈൻ്റെ ശബ്ദമൊക്കെ കേട്ട് അവിടെ നിൽക്കാനായിട്ട്. ആ ഫൗണ്ടൈനും ബാക്ക്ഗ്രൗണ്ടിലും മലയും ശരിക്കും ഇവിടെ നല്ലൊരു ഫീലാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല, കുറച്ച് നിശബ്ദതയൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പം നിന്ന് ഈ ചുറ്റും കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാണ്. നമുക്ക് ഈ മണാലിയിലെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ പാർക്കിന്റെ നമ്മൾ വന്ന എൻട്രൻസിന്റെ അവിടേക്ക് നമ്മൾ തിരിച്ചെത്തി. നമ്മളിപ്പോൾ ആ പാർക്കിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കറങ്ങി നമ്മളിതേ പുറത്തേക്ക് എത്തി. ആ പുറത്തു നിന്നിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസിന്റെ അവിടെ തിരിച്ചെത്തി. അങ്ങനെ ദേവലോകത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ദേവലോകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. ഈ കാണുന്നത് കുളുവിലേക്ക് പോകുന്ന വഴിയിലായിട്ടുള്ള ഒരു അമ്പലമാണ്. വലിയൊരു ബിൽഡിംഗ് ആണെന്നാണ് പുറത്തു നോക്കിയാൽ തോന്നുള്ളൂ. പക്ഷെ ഈ അമ്പലത്തിന്റെ എൻട്രൻസ് ആണ്. ഇവിടെ നമ്മൾ ഷൂ എല്ലാം ഊരിയിട്ടതിന് ശേഷം ഈ കോണിപ്പടിയിലൂടെ 2ാമത്തെ നിലയിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറെ ആളുകൾക്ക് നേർച്ചയായിട്ട് ഭക്ഷണം കിട്ടും. ആ ഭക്ഷണം കഴിക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടം വരെ ഷൂട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഇവിടെ ക്യാമറയോ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ
നമ്മൾ അത് കണ്ട് പുറത്തിറങ്ങി ഈ കാണുന്ന ആ വലിയ ബിൽഡിങ്ങിന്റെ ഉൾവശം മുഴുവൻ അമ്പലമാണ്. ചെറിയ ഗുഹയിലൂടെയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു അമ്പലമാണ്. മണാലിയിൽ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണിത്. റോഡ് സൈഡിലായിട്ട് കണ്ട ചെറിയൊരു തൂക്കുപാലമാണ്. ഒരു കാറിന് കയറി പോകാനുള്ള വീതിയെ ഈ തൂക്കുപാലത്തിനുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാലത്തുമേയും ടിബറ്റൻ പതാകയുണ്ട്. ഇതിന്റെ താഴെ കൂടെ പുഴ ഒഴുകുന്നുണ്ട്. വളരെ ചെറിയ ഒരു പാലമാണ്. നല്ല കമ്പികളിലൊക്കെ സ്ട്രോങ് ആയിട്ട് നല്ല തൂക്കുപാലമാണ്. താഴെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു കാർ വന്നപ്പോൾ നമുക്ക് സൈഡിലേക്ക് പോലും നിൽക്കാനുള്ള സ്ഥലമില്ല. കാരണം ഒരു കാറിന് കൃത്യമായിട്ടേ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് അതിന്റെ വഴിയുടെ അറ്റത്തേക്ക് ഓടി വന്ന കാറിനെ കടത്തി വിടുന്നതാണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാറ് മുന്നോട്ടേക്ക് പോയി. ഒരു മാരുതി കണ്ടില്ലേ, വീഡിയോയിൽ നോക്കി അറിയാൻ പറ്റും. കഷ്ടിച്ചൊരു കാറിന് കടന്നു പോവാം, അതിനുള്ള സ്പേസ് ഈ വഴിയിലുള്ളൂ. പക്ഷെ വളരെ രസകരമായിട്ടുള്ളൊരു തൂക്കുപാലമാണ്. നമുക്ക് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ വളരെ മനോഹരമാണ്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് അവിടെ നിന്നും കൊണ്ട് ആ പുഴയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പ്രത്യേക രസമാണ്. ഈ തൂക്കുപാലത്തിന്റെ അവിടെ നിന്ന് ഞങ്ങൾ സൈഡിലായിട്ട് ചെറിയൊരു ഫോറസ്റ്റ് പോലൊരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ദേവദാരു മരങ്ങളാണ് ആ നിൽക്കുന്നത് മുഴുവൻ. അപ്പൊ അവിടേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പക്ഷെ അതിന്റെ കറക്റ്റായിട്ട് വഴി അറിയില്ല. അപ്പൊ അവിടെ ഇരുന്ന രണ്ടുപേരോട് ഞങ്ങൾ വഴി ചോദിച്ചതാണ്. അപ്പൊ അവര് സംസാരിക്കുന്ന ഭാഷ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടിയും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത് കണ്ടു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വ്ളോഗിൽ കാണും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.